സജിയേട്ടൻ എടുത്ത ടിക്കറ്റ് ഒരു ശാപമാക്കല്ലേ ചേച്ചി. പൈസ കിട്ടുമെന്ന് കേട്ടപ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇനി എൻ്റെ മോളെ രക്ഷപ്പെടും. ബോധം സജിയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടൂലായിരുന്നു. ഞാനും പിള്ളയും കൂട്ടിലടച്ച കിളികളല്ലേ. എൻ്റെ സജിയേട്ടന് കൂട്ടിലിടാനേ അറിയൂ. അതിനെ ഓമനിക്കാനും തീറ്റ കൊടുക്കാനും മനസ്സില്ല. എൻ്റെ പേര് പോലും മാറ്റി വിളിക്കണിപ്പോ. മുമ്പേ അയാൾ എന്നെ മനസ്സിൽ നിന്ന് മാറ്റിയ ആളാണ്. എന്നെ അമ്മൂന്ന് വിളിക്കണത് ചേച്ചി കൂടെ കേട്ടതല്ലേ. നീ അത് പറയണ്ട ആരോടും. അതാണ് ഞാൻ പറഞ്ഞത് ചേച്ചി, എന്നെ പറഞ്ഞു വിടണ്ടെന്ന്. ചേച്ചി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ചേച്ചിക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലേ. നിനക്ക് കിട്ടിയെന്ന് തന്നെ പറയും. നിനക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ വീട് വെച്ച് താമസിക്ക്. വീട് വയ്ക്കാനുള്ള സ്ഥലം ഞങ്ങൾ നിനക്ക് തരാം. രാമേട്ടൻ ഒന്നും പറയില്ല. എനിക്ക് ഇത് കേട്ടപ്പം തന്നെ സന്തോഷമായി. എല്ലാം ചേച്ചിയുടെ ഇഷ്ടം പോലെ. പക്ഷേ ലോട്ടറി എനിക്ക് അടിച്ച കാര്യം പറയണ്ട ചേച്ചി. പൈസ കിട്ടാനുള്ള സമയത്ത് എന്തിനു ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞു തരണം ചേച്ചി. ഞാൻ അതുപോലെ ചെയ്യാം. സുമ സമ്മതിച്ചു. നീ പോകുന്നില്ലെങ്കിൽ നീ ആദ്യം അമ്മയെയും മോളെയും അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. ചേച്ചി കൂടെ വാ ചേച്ചി. രാമേട്ടൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ ലതേ. തുകിന മോളെ ഇവിടെ ഉണ്ടല്ലോ ചേച്ചി. നമുക്ക് പോയിട്ട് ഉടനെ വരാൻ ചേച്ചി. അവളുടെ ആഗ്രഹപ്രകാരം സുമ ലതയുടെ കൂടെ പോകുവാൻ രാമേട്ടൻ്റെ അനുവാദത്തോടെ പോകാനിറങ്ങി. തുകിന കാർ ബുക്ക് ചെയ്തു കൊടുത്തു. സുമയും ലതയും പാറപ്പുഴ ജംഗ്ഷനിനടുത്ത് എത്തും മുന്നേ ലത പറഞ്ഞു, അതാണ് ചേച്ചി എൻ്റെ വീട്. ആ വീടിൻ്റെ മുറ്റത്ത് കാർ നിർത്തി. വീട് അടഞ്ഞിരുന്നു. വളരെ ശോചനീയമായ കട്ടകെട്ടിയ വീട്. ലത വാതിൽ തട്ടി അമ്മയെ വിളിച്ചു. അമ്മ അമ്മ. ഇരുണ്ട് മങ്ങിയ മുറികളായിരുന്നു. വാതിലുകളും പഴകിയതായിരുന്നു. ലത വാതിൽ തള്ളി തുറന്നു. വാതിൽ പൂട്ടാത്തത് കാരണം അവൾ അകത്ത് കയറി. അവിടെയുള്ള ചെറിയ വെളിച്ചത്തിൽ അവൾ കണ്ടു, അമ്മ അവിടെ കിടക്കുകയാണ്. സുമയുടെ കണ്ണുകൾ അവിടെ പരതി. ലതയുടെ മകളെ കണ്ടില്ല. അമ്മ, എന്തമ്മ, അമ്മയ്ക്ക് സുഖമില്ലേ? ലത അമ്മയുടെ സമീപത്ത് എന്ന് സ്നേഹമോടെ ചോദിച്ചു. കണ്ണു തുറന്ന് അമ്മ അവളോട് ചോദിച്ചു, ശമ്പളം കിട്ടിയോ മോളെ? കിട്ടിയമ്മ. അതാണ് ഞാൻ പെട്ടെന്ന് വന്നത്. അടുത്ത് നിന്ന് സുമയെ ചൂണ്ടിക്കാട്ടി ലത പറഞ്ഞു. ഇതാണ് അമ്മ, അവിടത്തെ ചേച്ചി. ലതയുടെ അമ്മ ചോദിച്ചു, നീ ചേച്ചി എന്നാ വിളിക്കണത്? അങ്ങനെ വിളിക്കരുത് മോളെ, കൊച്ചമ്മ എന്ന് വിളിച്ചോളണം കേട്ടാ. ലത സുമയെ നോക്കി. സുമ പറഞ്ഞു, എന്നെ അവൾ ചേച്ചിന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാണ്. അവർ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു. വരാനിപ്പോൾ പറ്റൂല കൊച്ചമ്മ. നാളെ തൊഴിലുറപ്പിന് പോകണം. കൊച്ചിനും ക്ലാസ് ഉണ്ട്. ജോലി ഉള്ളപ്പം ഞാൻ പോവും. വെറുതെ കാശ് കളയണ്ട. ലതയുടെ അമ്മയുടെ വാക്ക് കേട്ട് ലത സുമയോട് പറഞ്ഞു, ചേച്ചി, നമുക്ക് മോള് വരണവരെ കാത്തിരിക്കേണ്ടി വരും. 3:15 ആയല്ലോ ഇപ്പം. അവളിപ്പോൾ വരും. ചേച്ചി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഒരു സ്റ്റൂൾ നീക്കിയിട്ട് സുമ അതിലിരുന്നു. അവർ ലതയുടെ വീടിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടു. തേക്കാത്ത ചുവര്, ഉപയോഗിക്കാത്ത മൺകലങ്ങൾ, ചട്ടികൾ, അലുമിനിയ കലങ്ങൾ, ഉരുളി, മൺചട്ടി, ചിരട്ട ദവികൾ പാളയിൽ ദ്വാരമുണ്ടാക്കി തൂക്കിയിട്ടിട്ടുണ്ട്. അയയിൽ തുണികൾ തളർന്നു കിടക്കുന്നു. നിലത്ത് ഒരു പായ നിവർന്നു കിടപ്പുണ്ട്. പൊട്ടി തുടങ്ങിയ കട്ടിൽ. ഇത്രയും കാലം അവരുടെ ജീവിതം ഇതിലായിരുന്നു. എത്ര അധികം ദയനീയ അവസ്ഥയിലായിരുന്നു എന്ന് സുമ അറിഞ്ഞു. ഈ അവസ്ഥയിൽ പോരാടി നിന്ന അമ്മയും മകളും. സുമയുടെ മനസ്സിൽ ആദരവ് തോന്നി. ലതയുടെ അമ്മ സുമയുടെ മുന്നിൽ വന്നു. 1/4 സെന്റിമീറ്റർ വീതിയുള്ള കറുത്ത കരയുള്ള വെള്ളമുണ്ടും വെള്ള നേരിയതും കറുത്ത ബ്ലൗസും ധരിച്ചിരുന്നു. ശോഷിച്ച അഴകുള്ള ശരീരവും. ചിരിയോടെ ആ അമ്മ സുമയുടെ മുന്നിൽ വന്നു. നെറ്റിയിൽ ഭസ്മം തൊട്ടിട്ടുണ്ടായിരുന്നു. സുമ എഴുന്നേൽക്കാൻ ഭാവിച്ചു. അവർ അവരുടെ തഴമ്പിച്ച കൈകൾ കൊണ്ട് സുമയെ അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, കൊച്ചമ്മ അവിടെ ഇരുന്നാൽ മതി. അവരുടെ കൈക്കുള്ളിൽ അവളുടെ കൈ പിഞ്ചു കുഞ്ഞു കൈപ്പത്തി പോലെ മനോഹരമായി തോന്നി. ചെറുപ്പത്തിൽ ഞാൻ ഒരു കഷ്ടത അറിഞ്ഞില്ല കൊച്ചമ്മ. പരുപരുത്ത കൈകൾ കൊണ്ട് സുമയുടെ കൈകളെ അമർത്തി തഴുകി. സുമയ്ക്കത് പരിക്കൻ മണൽ വാരി ഉരയ്ക്കും പോലെ തോന്നി. അവർ പതുക്കെ കൈ പിടിപ്പിച്ചു കൊണ്ട് പറഞ്ഞു, അമ്മ എന്നെയും ലതയെപ്പോലെ കണ്ടാൽ മതി. കൊച്ചമ്മ എന്ന വിളി വേണ്ട. അതുമാത്രം എന്നെ കൊണ്ട് ഒക്കൂല. എൻ്റെ കൊച്ചുമോളുടെ സാറിനെ ടീച്ചറമ്മ എന്നാണ് ഞാൻ വിളിക്കണത്. എൻ്റെ ലത പെണ്ണിന് ശമ്പളം കൊടുക്കുന്നത് നിങ്ങളല്ലേ. അവൾ എന്തൊക്കെ വീട്ടുപണികൾ ചെയ്യുന്നു എനിക്കറിയാം കൊച്ചമ്മ. അവൾക്ക് ഒരു മണ്ണാങ്കട്ടയെ അറിയില്ല.
ഈ സൗദ എന്തെല്ലാം പട്ടിണി മാറ്റാൻ പാടുപെട്ടിരിക്കുന്നു. എൻ്റെ പിള്ളയ്ക്ക് ഒരു വീട്ടുപണിയും ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചില്ല. പിന്നെ പണി കഴിഞ്ഞ് വന്ന ഒരു തേയില വെള്ളം തിളപ്പിക്കും, വാഞ്ചോണ്ട് വന്ന കടയപ്പവും തിന്ന് വെള്ളവും കുടിച്ച് കിടക്കും. ശമ്പളം വളരെ കുറവാണ്. ചാവാതിരിക്കാൻ ജീവിച്ചു കൊച്ചമ്മ. ഒരാഴ്ചയായി പണിക്ക് പോകാതെ നിന്നു. അത് നിങ്ങളുടെ കൃപ കൊണ്ടാണ്. ആ പെണ്ണ് ഒരു വീട്ടുപണിക്കും കൊള്ളൂലാന്ന് എനിക്കറിയാം. എല്ലാം കേട്ട് ലത ശില പോലെ നിന്നു. സുമ എല്ലാം ചിരിയോടെ കേട്ടിരുന്നു. അവർ ലതയുടെ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മരുമകൻ ആശുപത്രിയിലാണ്. കുടിച്ചു ബോധമില്ലാതെ വീണു. ലതയുടെ കാലിൽ കല്ലെറിഞ്ഞു. അയ്യോ എടി ലത, അതെപ്പോ? അത് 2 ദിവസം ആയമ്മ, ലത പറഞ്ഞു. ആശുപത്രിയിൽ ഞാൻ പോയിരുന്നു. അയാൾക്ക് എന്നെ അറിഞ്ഞൂടാ. അവിടെ ചെന്നപ്പോൾ എന്നെ അമ്മൂന്നാണ് എന്നെ വിളിച്ചത്. ലത സങ്കടപ്പെട്ടു. പറഞ്ഞത് കേട്ട് സൗദാമിനി പറഞ്ഞു, പട്ടിപ്പയല്, വയ്യെങ്കിലും അമ്മൂനെ അവൻ മറന്നില്ല. ലത ചോദിച്ചു, ആരാണമ്മേ അമ്മു? ആരാണെന്ന് നീ അറിയണ്ട. സൗദാമിനി പറഞ്ഞു,